നമസ്കാരം. പാലക്കാട് നെന്മാറയിൽ നടന്ന കൊലപാതകത്തിൽ നമുക്കറിയാം ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി കൊലപാതകം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി കോടതിയിൽ വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങളും കേസുകളും നടന്നിരുന്നു. അപ്പം ഏറ്റവും അവസാനമായി കോടതി വിധി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വധശിക്ഷ കോടതി കൊടുത്തു എന്നുള്ള തരത്തിലാണ് വാർത്തകളെല്ലാം പുറത്തോട്ട് വരുന്നത്. വാർത്തകൾ മാത്രമല്ല, അത് സത്യം തന്നെയാണ്. അദ്ദേഹത്തിന് തൂക്കുകയർ എന്തായാലും കോടതി വിധിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് നെന്മാറയിലെ പോത്തുണ്ടി സ്വദേശിയായാണ് ഈ ചെന്താമര. അയൽവാസിയായ സുധാകരൻ്റെ വീട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം 2019 ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 31 ആദ്യമായി ഒരു കൊലപാതകം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം ജയിലിലോട്ട് പോകുന്നു. ജയിലിലോട്ട് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് ജാമ്യത്തിലിറങ്ങുന്നു. കോടതിയിൽ ഈ പറഞ്ഞ പോലെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ ജയിലിലുണ്ടാക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജാമ്യത്തിലിറങ്ങുന്നു. ജാമ്യത്തിനിറങ്ങിയതിലുപരി അദ്ദേഹം എല്ലാ ജാമ്യ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ആ നാട്ടിലോട്ട് പോകരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് വീണ്ടും അതേപോലെ ആ കൊലപാതകം നടത്തിയ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പോയി താമസിക്കുകയും മറ്റു കൊലപാതകങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയും അതിനു വേണ്ട മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കി വെക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, പിന്നീട് അദ്ദേഹം അകത്ത് പോയി പിന്നീട് പുറത്തു വരുമ്പോൾ 2025 ജനുവരി 27 ഈ പറഞ്ഞ പോലെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സുധാകരനെ, 58 വയസ്സായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്, ചെന്താമരൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയും പിന്നീട് ഈ ശബ്ദം കേട്ട് പുറത്തോട്ട് വന്ന 76 വയസ്സുകാരായ അമ്മയെയും അദ്ദേഹം അതിരൂക്ഷമായി അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഇതൊന്നുമല്ല, ഒരു മനുഷ്യൻ ആദ്യ ഒരാളെ കൊല്ലുന്നു, പിന്നീട് പുറത്തിറങ്ങുന്നു, വീണ്ടും അതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു, വീണ്ടും അച്ഛനെയും അതുപോലെ തന്നെ അമ്മയെയും കൊല്ലുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. നമുക്ക് എന്താ പറയുക, ഒരു തെറ്റായി എന്നുള്ളൊരു തോന്നലുണ്ടാവും മനുഷ്യനാകുമ്പോൾ. ചെയ്തത് തെറ്റായി, ഇനി അങ്ങനെ ചെയ്യില്ല. കോടതിക്ക് മുമ്പിൽ പല കുറ്റവാളികളും, എന്തിനേറെ ഗോവിന്ദ് ചാമി പോലും പറഞ്ഞത് ചെയ്തത് തെറ്റായി, ഇനി അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് പല നേതാക്കന്മാരല്ല പല കുറ്റവാളികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലോട് വരുമ്പോൾ ഇദ്ദേഹം തീർത്തും വ്യത്യസ്തനാണ്. ഇദ്ദേഹം വിചാരണയിലടക്കം കോടതിയോട് പറഞ്ഞത് താൻ മഹാത്മാഗാന്ധി ഒന്നുമല്ലെന്നും, ഒരു കവള് കാണിച്ചു കൊടുത്താൽ മറു കവള് കാണിച്ചു കൊടുക്കുന്ന ആൾ താനല്ലെന്നും, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും, പക്ഷേ തന്നെ കൂട്ടത്തിൽ കൂട്ടണ്ട എന്നുള്ളതും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമായിരിക്കും, പക്ഷെ അതെനിക്കൊരു പേടിയുള്ള കാര്യമില്ല എന്നുള്ളതും, നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലാം എന്നുള്ളതും, യാതൊരുവിധ ക്രൂരതയും എന്തൊരു ഭയപ്പാടും ഇല്ലാതെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുന്ന നീതിന്യായ കോടതിയുടെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ഇത്തരത്തിൽ പറയുമ്പോൾ കോടതിയോട് വെല്ലുവിളിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരാളെയാണ് ഈ പറഞ്ഞ പോലെ കോടതി ഈ പറഞ്ഞ പോലെ തൂക്കുകയറിന് വിധിച്ചത്. ഇതിൻ്റെ മറുവശം നോക്കുമ്പോൾ വലിയ തരത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ച ജഡ്ജിക്കെതിരെയും പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ChatGPT ഉപയോഗിച്ചിട്ടാണ് എന്താ പറയുക ചോദ്യങ്ങൾ തയ്യാറാക്കിയത് എന്നുള്ളതും കോടതിയിൽ അവതരിപ്പിച്ചത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇതിനെ അതിരൂക്ഷമായി എതിരെ പറയുന്നതല്ല, തനിക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിക്കാനുള്ള കഴിവ് തനിക്കില്ലെന്നും, താൻ ഇത്തരത്തിലുള്ള ChatGPT ഉപയോഗിച്ചിട്ട് പോയിട്ടില്ല എന്നുള്ളതും, ടെക്നോളജിക്കൽ പരമായി തനിക്ക് ഇത്തരത്തിലുള്ള അറിവില്ലാത്ത വ്യക്തിയാണ് താനെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ തെളിവുകൾ കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലോട്ട് ഇദ്ദേഹത്തിന് ജാമ്യത്തിന് വേണ്ടി പോകുന്നുള്ളതും, ഈ തൂക്കുശിക്ഷ എന്ത് വില കൊടുത്തും കോടതിയിൽ നേരിടുമെന്നും കോടതിയിൽ നിയമപരമായി നീങ്ങാൻ തയ്യാറാണെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ChatGPT ഉപയോഗിച്ചിട്ടാണ് ചോദ്യാവലികൾ തയ്യാറാക്കിയത്, മറ്റ് പല കാര്യങ്ങളും തയ്യാറാക്കിയത് എന്നുള്ളതും, അതിൻ്റെ ഭാഗ്യപ്പിഴവായിട്ടാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തൂക്കുകയറി കിട്ടിയത് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും ശരിയല്ല, മറ്റു പല നിരീക്ഷകരും അല്ലെങ്കിൽ മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷെ അദ്ദേഹം ഇത് പൂർണ്ണമായും ഈ വിഷയത്തോട് വിയോജിപ്പിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹം ഏർപ്പെടുത്തിയ വകുപ്പുകളിൽ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ നിന്ന് ഈ ജീവപര്യന്തമല്ല വധശിക്ഷ എന്നുള്ളതിൽ നിന്ന് കുറക്കാൻ പറ്റുന്നില്ല. ചുരുങ്ങിയത് ജീവപര്യന്തം എന്നുള്ള നിലയിലോട്ട് ഈ സാധനം കേസിൻ്റെ കാലാവധി, കേസിൻ്റെ ശിക്ഷയുടെ തീവ്രത കുറക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് പറയുന്നു. പക്ഷേ ഇതൊക്കെ എല്ലാം ഉണ്ടാകുമ്പോഴും ഒരു സ്വാഭാവികമായൊരു ചാനൽ ചർച്ചയിലിരിക്കുന്ന ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള കുറ്റവാളികളെ, ക്രൂരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി കറുത്ത ഉടുപ്പിട്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ വക്കീലന്മാരുടെ കാര്യം ആലോചിച്ചിട്ടാണ്. കാരണം ഈ പറയുന്ന കുറ്റവാളികൾക്ക് വിവരമില്ല എന്ന് വിചാരിക്കാം. ഗോവിന്ദ് ചാമിയുടെ കാര്യം എടുത്താൽ പോലെ നമുക്ക് പറയാം അദ്ദേഹത്തിന് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആൾക്കാരെ പീഡിപ്പിച്ച് കൊന്നത് എന്ന് നമുക്ക് ഗോവിന്ദ ചാമിയുടെ കാര്യം എടുത്ത് പറയാം. പക്ഷേ
അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഈ വക്കീലന്മാരുടെ കാര്യത്തിൽ നിന്ന് പറയും, അവരെ പോലെ അല്ലല്ലോ. വർഷങ്ങളോളം 3 അതേപോലെ 5 വർഷം എടുത്ത് LLBയും LL ഒക്കെ എടുത്തിട്ട് പുറത്തു വരുന്ന പല നേതാക്കന്മാരാണ്, പല മുതിർന്ന ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ. അപ്പം അവരൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇത്തരത്തിലുള്ള ഗോവിന്ദചാമിയെ പോലുള്ള നേതാക്കന്മാർക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം ഉണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും ഒരു പേഴ്സണൽ കാര്യം എന്നുള്ള നൽകി തോന്നിയിട്ടുള്ളത്, ഇതെല്ലാം അവർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ തെറ്റാണ് ഇത്തരത്തിൽ കോടതിയിൽ കയറി ഇവർക്ക് വേണ്ടി ന്യായങ്ങൾ പറയുന്ന പോലെ. പക്ഷെ അവർക്ക് വേണ്ടി പറയാൻ ആൾക്കാർ വേണം, വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു മനുഷ്യനായി കാണുന്ന ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക്, കൊലയാളികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വക്കീലന്മാർ അണിനിരക്കുന്നു എന്നുള്ളതും കൂടി ഒരു വിരോധാഭാസമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ കോടതിയിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ തെറ്റാണ് കിട്ടിയത്. ഇത് മാത്രമല്ല, 20 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്, ഈ പറഞ്ഞ മരിച്ചുപോയവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നഷ്ടപരിഹാരമായി കൊടുക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് യാതൊരുവിധ സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ ഇരയുടെ കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള തരത്തിലും കോടതി പരാമർശിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അപൂർവമായ ഒരു കേസാണിതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വധശിക്ഷ കൽപ്പിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. എന്തായാലും ഇനി കോടതിയിൽ പോയി കഴിഞ്ഞാൽ, ഹൈക്കോടതിയിൽ എന്തായാലും പോകുന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും മുമ്പോട്ട് വെക്കുക എന്നുള്ളതും, ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ തൂക്കുകയിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റ് കാര്യങ്ങളിലോട്ട് കടക്കാൻ പറ്റുമോ എന്നുള്ള വലിയ തരത്തിലുള്ള ചോദ്യചിഹ്നങ്ങൾ കിടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുമ്പോട്ട് പോവുക എന്നുള്ളതും. മാത്രമല്ല, ഇനി ഇദ്ദേഹം ഈ വിഷയത്തിലും എന്താ പറയുക, ഇത്രയും കാലം ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇനിയൊരു പ്രസ്താവന ഇറക്കുമോ എന്നുള്ളതും ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി പറയേണ്ടത്, ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത ഒരു റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് മെൻ്റലി യാതൊരുവിധ പ്രശ്നവുമില്ല, അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്, യാതൊരുവിധ പ്രശ്നമില്ലാത്ത ആളാണ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞു. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ കോടതി അടക്കം പരസ്യമായി വെല്ലുവിളിച്ച് താൻ ഗാന്ധിയല്ലെന്നും, ഒരു കാരണം കാണിച്ചു കൊടുത്താൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുന്നൊരു ഗാന്ധി താനല്ലെന്നും, അതുകൊണ്ട് തന്നെ കൊല്ലാനുള്ളത് കൊല്ലുക തന്നെ ചെയ്യുന്നുള്ളൂ, പുറത്തിറങ്ങിയാൽ ഇനിയും കൊലപാതകം ചെയ്യുമെന്നും അദ്ദേഹം പരസ്യമായി പറയുന്നു. അപ്പം ഇത്തരത്തിൽ ഇനി അദ്ദേഹത്തിന് എന്താ പറയുക, ഇതൊരു തെറ്റായി പോയിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ പറയുമോ എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.